ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിനകത്ത് പോവാം. അങ്ങനെ കൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ആറമ്മക്ക് ഷോക്ക്, ജിന്നക്ക് ഷോക്കായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഡൽഹിയിൽ ചുത്താൻ ട്രിപ്പ് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ മെമ്പർ ബോയ്സ് പറഞ്ഞായിരുന്നു, സാർ ഞങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്ത് വരാം. അങ്ങനെ ആറമ്മക്ക് ഷോക്കായിരുന്നു. മാരേജാണ് ശരി. അങ്ങനെ കൊണ്ട് ജിൻ പറയാം, ചങ്കൊക്കെ പറയാം, എടാ എനിക്ക് ഇൻവൈറ്റ് വന്നിനിടാ. എന്താടാ? ജങ്കൊക്കെ പറയാം, എനിക്ക് ഇന്ത്യയൊക്കെ പോകാൻ ഒരു കാര്യം പറഞ്ഞു, ഫ്രണ്ടിന് മാരേജ് ഇടാ. അങ്ങനെ കൊണ്ട് ഞാൻ പോവാണ് ഇന്ത്യക്ക്. ആറും പറയാം, ഞങ്ങളും കൂടെ വരാം, നിങ്ങളും കൂടെ വരുന്നു. അങ്ങനെ കൊണ്ട് എല്ലാവരും സാഡായിരുന്നു. മാരേജ് പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ബോയ്സ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്ത്യയൊക്കെ വന്നു. ഇതാണ് ഫ്രണ്ടിന്, ഇത് ഇവിടെ താമസിച്ചു ഫ്ലാറ്റിൽ വെച്ചു. അങ്ങനെ എല്ലാവരും മാരേജൊക്കെ പോയി. അങ്ങനെ മാരേജ് പോയിട്ട് നോക്കുമ്പോൾ ആറമ്മക്ക് ഷോക്ക്. അത് മാത്രമല്ല, ജിന്നിക്ക് ഹാർട്ട് അറ്റാക്ക്. 2 മാരേജ് പറഞ്ഞായിരുന്നു. ജിന്നിക്ക് സാഡായി പോയി, ആറമ്മക്ക് സാഡായി പോയി. പെണ്ണ് ആരെ കണ്ടു ഷോക്കായി പോയി. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ അതെ വേറെ ആരും ഇല്ലായിരുന്നു, ഫാമിലീസ് മാത്രമാണുള്ളത്. ഈ മാരേജിൽ ഫാമിലിയാണുള്ളത്. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ 2 ഗേൾസ് വന്നിരുന്നു. അങ്ങനെ ആ മാരേജ് നിൽപ്പിച്ച് ആദ്യം ഫാത്തിമാൻ്റെ കല്യാണം വന്ന ചെക്കൻ, ഹീറോയിന് മാരേജ് കഴിക്കുമ്പോൾ വന്നത് അതുള്ളൻ്റെ ആൾ വന്ന് പറഞ്ഞു, ഇവന് മാരേജ് കഴിക്കേണ്ട, അതു വേറെ നല്ലവനല്ല, അവന് ഈ 4 ഗേൾസിനെ അവൻ പറ്റിച്ചായിരുന്നു, ഞാനൊരു പോലീസാണ് എന്ന് പറഞ്ഞു. ഗേൾ പോലീസായിരുന്നു. അവനെ പിടിക്കാൻ വേണ്ടിയാണ് അവിടെ ഗേൾ ഫ്രണ്ട് പോലെ ആഡ് ചെയ്തായിരുന്നു. അവരൊരു പോലീസായിരുന്നു, മായ പറഞ്ഞൊരു പോലീസ്. അങ്ങനെ ആ പോലീസ് വന്ന് അവനെ പിടിച്ചു. അടുത്ത ഒരു പോലീസ് വന്നു. ഇത് കണ്ടിട്ട് ആ ഷോക്കായിപ്പോയി. ഇവൾ പോലീസാകാൻ പറഞ്ഞു. അതെ, അടുത്തത് ജിന്നിൻ്റെ ആളാണ്. ജിന്നിൻ്റെ ആളെ പോലീസ് വന്ന് പിടിച്ചു ആൾക്കെന്ന്. അങ്ങനെ 2 പേര് പിടിച്ചിട്ട് പോയി. അങ്ങനെ 2 മാരേജ് മുടങ്ങി. അങ്ങനെ ഒരു ബാപ്പാല ടെൻഷനായി. ഇപ്പം എന്ത് ചെയ്യുക, ഞങ്ങളെ മോളെ എല്ലാവരും വന്നായിരുന്നു, ഇപ്പം എന്ത് ചെയ്യാൻ? ഒരു സാഡായി പോയി. ഇപ്പം എന്ത് ചെയ്യുക? അങ്ങനെ വിഷമത്തിലുണ്ടായിരുന്നു. ആരെ മാരേജ് കഴിക്കാൻ പറഞ്ഞിട്ട് വിഷമത്തിലുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് സാഡായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ അറിയില്ലല്ലോ. അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ കൊണ്ട് ആറും വന്നു. അങ്കിൾ ഓക്കെ ആണല്ലോ അങ്കിൾ? അവർ 2 പേരും അതെ ആളുടെ ഡാഡി മയങ്ങി വീണു. അതെ, ഫാത്തിമയുടെ അപ്പം മയങ്ങി വീഴുമ്പോൾ ആറും വന്ന് പിടിച്ചു. ജിന്നിൻ്റെ ആളുടെ പാപ്പ വീഴുമ്പോൾ പിടിച്ചു വന്ന് അവർ 2 ഷോക്കായി വീണു. അങ്ങനെ അവരെ കൈ പിടിച്ചു. മോനെ, ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, 2 പേരോട് പറഞ്ഞായിരുന്നു, മോനെ നീ എൻ്റെ മകൾ മാരേജ് കഴിക്കാൻ പറഞ്ഞു. 2 പേർക്ക് ഹാപ്പിയായി ഷോക്കായി പോകും. സാർ അതെങ്ങനെ സാർ നടക്കുമോ മോളെ? അങ്ങനെ പറഞ്ഞപ്പോൾ സാർ അതെ അങ്കിൾ, ഞങ്ങൾ എങ്ങനെ നടക്കുമോ? അതൊന്നും നടക്കില്ല അങ്കിൾ, അത് നടന്ന കാര്യം പറഞ്ഞായിരുന്നു, അങ്കിളിനോട് സംസാരിക്കണം. അങ്ങനെ പോയി അങ്കിൾ, ഞങ്ങൾ 2 പേരും നിങ്ങളെ മകൾക്ക് ഓൾറെഡി പ്രപ്പോസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് 2 പേർക്ക് റിജക്റ്റാണ്. അതെ, 2 പേരോട് പറഞ്ഞു. എൻ്റെ മക്കൾ പറഞ്ഞു, 2 പേരും പറഞ്ഞു, നിങ്ങൾ 2 പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ നോക്കിയായിരുന്നു, അവൾ റിജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. ഇത് ഹാർമോൺ ഷോക്കായിപ്പോയി. അതുമാത്രമല്ല, ആറാം ജിന്നിൻ്റെ ആൾക്കും അത് പാപ്പം പറഞ്ഞത്, പ്ലീസ് മോനെ. അങ്ങനെ പറഞ്ഞ് അവർക്ക് 2 ഹാപ്പിയായി. അങ്ങനെ അവർ വന്ന് ആ മാരേജും 2 പേർക്കും നടന്നു. ഇത് കണ്ടു ആദ്യം ആറാം വന്നിരുന്നു, സൈൻ ചെയ്ത് പേപ്പറിൽ അറിയില്ലായിരുന്നു. അങ്ങനെ മുഖമൊന്നും കാട്ടില്ലായിരുന്നു. അങ്ങനെ തട്ടെടുത്ത് നോക്കുമ്പോൾ ഷോക്കായി ഫാത്തിമ. എന്ത് ആറമ്മ? അത് മാതിരിയാണ് ജിന്നിൻ്റെ ആളാണ് റുമൈഷക്കും ഷോക്കായിപ്പോയി. അത് അടുത്ത ഫ്രണ്ട് റുമൈസാണ് പറയുന്നത്. ഷോക്കായിപ്പോയി. ഡൽഹിയിലുള്ളത് അവൾ പാപ്പാണ്. അങ്ങനെ ഷോക്കായിപ്പോയി. എല്ലാവർക്കും ഷോക്കായി തിരിഞ്ഞു മറിഞ്ഞു നോക്കാം. അങ്ങനെ കൊണ്ട് മാരേജായി. അങ്ങനെ കൊണ്ട് സരിക്കെത്തി. അത് മാത്രമല്ല, കൊറിയക്ക് പോയി. കൊറിയയിൽ മാരേജ് കഴിക്കാൻ പറഞ്ഞു. അതുമാത്രമല്ല, റോസിനടുത്ത് ശുഭ വന്നു. ഇവന് വന്നോ വീട്? ആ റോസ് ഡാഡി വന്നു. മോളെ റോസ്, എൻ്റെ ഡാഡ്, നീ നിൻ്റെ ശുഭ എന്നെ റിജക്റ്റ് ചെയ്ത്. ഡാഡ്,
അവനൊരു അടലുണ്ടാൾ. അവൻ്റെ ഫാൻസ് എല്ലാം അവൻ്റെ പുറകിൽ നടക്കണ്ടാൾ. എന്നെ വെച്ചിക്കണം നിൻ്റെ 2 ഫ്രണ്ട്സ് അവന് മാരേജ് അടൽന്നല്ലേ മാരേജ് കഴിച്ചാൽ എനിക്ക് പറ്റില്ല ഡാഡി. ഇവന് കോപക്കാരൻ, ഇവന് ഞങ്ങൾ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാം? റോസ് പറയാം, പ്ലീസ് മോളെ, അവൻ എൻ്റെ പൊന്നൊരു മോളല്ലേ, പ്ലീസ് അവൻ എന്നെ ഭയങ്കര ലവ് ചെയ്യാം. ശരി ഡാ. അങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ അവൾ റോസൊക്കെ മാരേജിക്ക് വിളിച്ചു. അങ്ങനെ കുറേ ദിവസം മാരേജ് നടന്നു വരുന്നു ആരംക്ക് ജിന്നുക്കും. ഇപ്പോൾ കുറച്ച് ദിവസം 4 ദിവസം കഴിഞ്ഞ ശേഷം 4 ദിവസം കഴിഞ്ഞ് തന്നെ റോസൊക്കെ മാരേജ്. റോസ് മൊറ ജിൻ ഷുഗറിനെ മുറിക്കാൻ തുടങ്ങി. ഷുഗർ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഇവൻ ചിരിക്കാൻ തുടങ്ങി. എന്നെ കണ്ട് ചിരിക്കണല്ലേ. ബാക്കി ഫ്രണ്ട്സുകളെല്ലാം ഷോക്ക്. എന്തടി മച്ചി, നിങ്ങളെല്ലാവരും കോളേജിൽ ഫ്രണ്ട്സായിട്ട് എടി ഐഡൽ മാരേജ് കഴിക്കും നിങ്ങൾ പറയായിരുന്നു. നിങ്ങൾ 4 പേരും നിങ്ങൾ 4 പേര് പറയാം. നിങ്ങൾക്ക് 3 പേർക്ക് 2 പേർക്ക് ഓൾറെഡി മാരേജ് ആയി. നെക്സ്റ്റ് നിനക്ക് മാരേജ്. റോസ് മുറിക്കാൻ തുടങ്ങി. എടി ഷുഗറിൻ്റെ മാരേജ് കഴിക്കുമ്പോൾ എനിക്ക് ഷുഗർ പിടിക്കുമെന്ന് അറിയൂടി. ഷുഗർ തന്നെ കല്യാണം കഴിച്ചില്ലേ ഏണ്ടിടഞ്ഞ്. അപ്പോൾ ഹേമ പറയാ, എടി ഞാനടി പറഞ്ഞു ഷുഗറിൻ്റെ മാരേജ് കഴിക്കില്ലെന്ന്. നീ എന്നടി പറയാ, എനിക്ക് പിടിക്കും, എനിക്ക് കഷ്ടവും എന്നെ മിരട്ടിയിട്ടാണ് മാരേജ് കഴിക്കണമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അവൾ ചോദിക്കുക, എടി ഫാത്തിമ സത്യമാണോടി? അതെടി ഇവളെല്ലാം പ്രപ്പോസ് ചെയ്താ, ഷുഗറിനെ പ്രപ്പോസ് ചെയ്താ. അത് ഞാൻ വീഡിയോ എടുക്കായിട്ടുണ്ട്. എന്തടി വീഡിയോ ഉണ്ടോ? ഇതാ കണ്ടോ, ഇവളാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്താ. എടി നീ എന്താ ചെയ്താ? എടി വീട്ടിൽ അടുക്കള ജോലി ചെയ്യായിരുന്നു, അപ്പോൾ വന്ന് എനിക്ക് പ്രപ്പോസ് ചെയ്താ. എനിക്ക് ഗാണ്ടാവുന്നിരിക്കും. അമ്മയോട് പറയാം അടുക്കള ജോലി ചെയ്യാം, അച്ഛൻ പഠിക്കാൻ. അപ്പം വന്ന് ഷുഗർ എനിക്ക് പ്രപ്പോസ് ചെയ്യും. എനിക്ക് ഗാണ്ടാവുന്നിരിക്കും. മാച്ചൊല്ലൂടി വെച്ച് കാളയുടെ ഇതാണ് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എടി ഇത്ര മൊക്കെയാണോ? അതേടി. അങ്ങനെ കൊണ്ട് റോസ് മാരേജ് അങ്ങനെ ഹാപ്പി ആയിരിക്കുമ്പോൾ അടുത്തതാണ് പ്രിയ. എടി അങ്ങനെ 3 സംസാരിക്കുന്നു. എടി പ്രിയൻ്റെ ഒരു കാര്യം. അതെ, പ്രിയൻ്റെ ഒരു കാര്യം അറിയില്ലല്ലോ. നമ്മൾ പ്രിയൻ്റെ ഇതൊന്നും അറിഞ്ഞേ പറ്റൂ. പ്രിയൻ്റെ സാഡായിട്ടിരിക്കുമല്ലോ.